ദേശത്ത് ഒരിക്കൽ കൂടെ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുന്ന ദൈവവചനത്തിൻ്റെ സന്ദേശവുമായി നിൽക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിൽ ഞങ്ങൾ സന്തോഷിക്കുകയും അങ്ങനെ ഒരു അവസരം ദാനമായി നൽകി തന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇന്ത്യ മഹാരാജ്യം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയും, ഗുജറാത്തിൻ്റെ രാജസ്ഥാനിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങൾ തൊട്ട് നാഗാലാൻഡിൻ്റെ കിഴക്കൻ തീരങ്ങൾ വരെയുമുള്ള സകല സംസ്ഥാനങ്ങളും ഒരുപോലെ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം അടുത്ത തലമുറയ്ക്ക് പങ്കുവെച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഇന്ത്യ, ഹോസ്പിറ്റൽ മിനിസ്ട്രീസിൻ്റെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യമേ അറിയിക്കട്ടെ. ഇത് 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. അതാ 78 വർഷം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നാം പൂർത്തീകരിക്കുകയാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്ന് 2025 ഈ ഓഗസ്റ്റ് 15-ാം തീയതി നമുക്ക് 78 വർഷം ഈ ഇന്ത്യ സ്വാതന്ത്ര്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മളിൽ അധിക പേരും സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂമിയിൽ ജനിച്ചു വീണവരാണ്. എന്നാൽ 1947 ഓഗസ്റ്റ് 15-ന് മുൻപ് ജനിച്ചവരും ഇന്ന് ജീവനോടിരിക്കുന്നതുമായ ധാരാളം പേർ അവരോടൊപ്പം തന്നെ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കൊരു പക്ഷേ അറിയാം. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ കടന്നു വരുവാൻ ത്യാഗോജ്ജലമായ ജീവിതം കാഴ്ചവെച്ചവർ, സഹന സമര മുന്നണിയിൽ കത്തിജ്വലിച്ചവർ, ജീവൻ ഹോമിച്ചവർ, കഷ്ടപ്പെട്ടവർ, ഉപദ്രവം സഹിച്ചവർ, പീഡ സഹിച്ചവർ ധാരാളം പേരുണ്ട്. അവരെയൊക്കെ ഈ ദിവസം നാം ഓർക്കുകയും ആ ദീപ്ത സ്മരണകൾ നമ്മുടെ ഉള്ളിൽ ധാരാളം സന്തോഷകരമായ അനുഭവങ്ങൾ തരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അടുത്ത തലമുറയ്ക്ക് നമ്മൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ ഓരോ ഭാരതീയ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാരതന്ത്ര്യത്തിൻ്റെ കലുഷിതമായ അന്തരീക്ഷങ്ങൾ, അതിൻ്റെ കാൽച്ചങ്ങലയൊക്കെ പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹായസിലേക്ക് നാം പറന്നുയർന്ന് ഈ 78 വർഷം തികയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലുണ്ടായ പുരോഗതി നമുക്ക് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിയും. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെയുള്ള കൊളോണിയൽ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ആധികാരങ്ങൾ, അധിനിവേശങ്ങൾ ചവച്ചു തുപ്പിയ ഒരു ചണ്ടി മാത്രമായിരുന്നു നമ്മുടെ ഈ മഹാരാജ്യം. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് എല്ലാ മേഖലകളിലും, രാഷ്ട്രീയ മേഖലകളിൽ, സാമൂഹ്യ മേഖലകളിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, പ്രതിരോധത്തിൽ, കൃഷിയിൽ എല്ലാം ഇന്ത്യ ഓരോ വർഷം ഉത്തരോത്തരം പുരോഗതി പ്രാപിച്ച് ഇന്ന് ഉന്നതിയുടെ, അഭ്യുന്നതിയുടെ ഒരു കൊടുമുടിയിൽ വന്നെത്തിയിരിക്കുന്ന കാലമാണ്. തുടർന്ന് നാം ലോക സാമ്രാജ്യങ്ങളുടെ ഇടയിൽ പ്രബല ശക്തിയായി തീരുവാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഇത്രയൊക്കെ പുരോഗതി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ
സ്വാതന്ത്ര്യത്തിൻ്റെ നന്മ നുകരുമ്പോഴും ആ അമൃതം നമ്മൾ നുകരുമ്പോഴും സത്യത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, വല്ലഭായി പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി, നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, അധ്വാനിച്ച, ജീവൻ കൊടുത്ത ഭഗവത് സിംഗിനെ പോലെയുള്ള ആൾക്കാർ, അവരെയൊക്കെ നമ്മൾ സ്മരിക്കുമ്പോൾ ഇന്ന് ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിൻ്റെ ലഹരിയിൽ നാം പലതും മറന്നുപോയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു സംശയം, ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. സത്യത്തിൽ നാം സ്വതന്ത്രരാണോ? നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ, ഇന്നത്തെ പത്രം തന്നെ നമ്മൾ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ ആലപ്പുഴയിൽ ഒരു മകനെന്ന് പറയുമ്പോൾ കൊച്ചു പയ്യനൊന്നുമല്ല, 45 വർഷത്തിലധികം വയസ്സുള്ള ഒരാൾ മാതാപിതാക്കളെ ലഹരിയുടെ പിടിയിൽ അമർന്നുപോയ ആ വ്യക്തി മാതാപിതാക്കളെ കുത്തിക്കൊന്നത് നമ്മൾ പത്രത്തിൽ നിന്ന് വായിച്ചു. എത്ര ഭീകരമായ അവസ്ഥയാണത്. ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ, അത് നിമിത്തം ഭാരപ്പെടുന്ന എത്ര കുടുംബങ്ങൾ. ആലുവായി ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഒരമ്മ സഹിക്കാൻ വയ്യാതെ പോലീസിൽ സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്തത്. പല പ്രാവശ്യം മകൻ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവരെ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. തീരെ സഹിക്കാൻ വയ്യാതായപ്പോൾ ആ അമ്മ പോലീസിൽ സംരക്ഷണത്തിനായി കേസ് കൊടുക്കുന്നതും നമ്മൾ വായിച്ചതാണ്. ഈ വാർത്തകളൊക്കെ നമ്മുടെ ശ്രവണപടങ്ങളിൽ വന്നെത്തുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതരെ, നാം ഒക്കെ അന്യോന്യം മൂക്കത്ത് വിരൽ വെച്ച് നെടുവീർപ്പിടാറുണ്ട്. ഇത് നമ്മുടെ രാജ്യത്താണോ? തീർച്ചയായും ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. എത്രയെത്ര സ്ത്രീ പീഡനങ്ങൾ, സ്ത്രീധന പീഡനങ്ങൾ, എത്ര പെൺകുട്ടികൾ വളരെ സന്തോഷത്തോടെ കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ വിവാഹം ചെയ്ത് അയച്ചത് വെറും ചുരുക്കം ചില ദിവസങ്ങൾ പോലും ദാമ്പത്യ ജീവിതം പൂർത്തീകരിക്കാനാവാതെ ആ പെൺകുട്ടികൾ ഒരുപക്ഷെ ഭർത്താവിൻ്റെയോ അവരുടെ വീട്ടുകാരുള്ള വിശ്വാസമോ പൂജകളോ ആരാധനകളോ ഒന്നും തന്നെ മനുഷ്യന് യഥാർത്ഥമായ സ്വാതന്ത്ര്യം രൂപാന്തരം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ വളരെ പുരോഗതി പ്രാപിച്ചെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ജനാധിപത്യ രാജ്യമാണെന്ന് നാം അവകാശപ്പെടാറുണ്ടെങ്കിലും ഇന്നും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർഗവർണ്ണ വിവേചനത്തിൻ്റെ പേരിൽ എത്ര കൊലപാതകങ്ങളും എത്രമാത്രം വഴക്കുകളും ആണ് ദിനംതോറും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ അന്തസത്ത എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്ന ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടന, ആ ഭരണഘടന പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ ഇവിടെ പലതരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികൾ അഴിഞ്ഞാടുന്ന ഒരു സമയമാണ് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നവൻ പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുവോ, പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ, പാപം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന പൈശാചിക ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുവോ, അതുവരെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അവന് ലഭിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ആയതുകൊണ്ട് ബൈബിൾ ഇപ്രകാരം പറയുകയാണ്. ഇന്ന് ഇവിടെ അത് വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ലളിതമായ ഭാഷയിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്നു.
അനേക കുടുംബങ്ങൾ, അനേക ജീവിതങ്ങൾ പല തരത്തിലും, മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ലഹരിക്കടിമയായി, മദ്യത്തിനടിമയായി, മറ്റു വേണ്ടാദിനങ്ങൾക്കൊക്കെ അടിമയായി, പൈശാചിക കുരുക്കുകളിൽപ്പെട്ട് പ്രയാസപ്പെടുമ്പോൾ, അത് നിമിത്തം അവരുടെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോ ഒക്കെ കഷ്ടം അനുഭവിക്കുമ്പോൾ, ആ പ്രയാസങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. മനുഷ്യ, നീ നിന്റെ സൃഷ്ടിതാവിലേക്ക് തിരിയുക, നിന്റെ ദൈവത്തിങ്കിലേക്ക് നീ തിരിയുക എന്നുള്ളത്. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് വേഗം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ഗലീല കടലിനക്കരെ ഗദരദേശം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ശിഷ്യന്മാരോടൊപ്പം വള്ളത്തിൽ യാത്ര ചെയ്തു. ആരും വിളിച്ചിട്ടല്ല ആ ദേശത്തേക്ക് പോയത്. ആ ദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ ദേശം ഇരുട്ടിൻ്റെ ദേശമാണ്, അന്ധകാരത്തിൻ്റെ ദേശമാണ്, വെളിച്ചമില്ലാത്ത ദേശമാണ്. അപ്പോൾ ആ ദേശത്തേക്ക് വെളിച്ചം പകരുവാൻ ലോകത്തിൻ്റെ വെളിച്ചമായവൻ ഗലീല കടലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് ശിഷ്യന്മാരോടൊപ്പം കടന്നുപോയി. എന്നാൽ അന്ന് അദ്ദേഹം അവിടെ ചെന്ന് ഒരത്ഭുത പ്രവൃത്തി അവിടെ നടത്തി. എന്നാൽ ആ ദേശക്കാർ അദ്ദേഹത്തെ കൈക്കൊണ്ടില്ല. അവർക്ക് ഇരുട്ടിൽ തന്നെ വസിക്കുവാനാണ് ആഗ്രഹം. യേശുവിനോട് ഈ ദേശം വിട്ട് മടങ്ങിപ്പോകണമെന്ന് അവർ പറയുന്നത് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ഇന്നും യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടവരായി, യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരായി, ആ നല്ല കർത്താവിൻ്റെ സ്നേഹത്തെ പങ്കുവെക്കുവാൻ ഇരുട്ടിൻ്റെ അധീനതയിലുള്ള, അന്ധകാരത്തിൻ്റെ അധീനതയിലുള്ള ഭാരതത്തിൻ്റെ പല ഗ്രാമങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന എത്രയോ ദൈവ പുരുഷന്മാരുണ്ട്. എന്നാൽ ആ ദേശത്തിലുള്ളവർ പലപ്പോഴും നാം കാണുന്നത് അവരെ ഉപദ്രവിക്കുകയും അവരെ അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. അടുത്തിടെ നടന്ന സംഭവങ്ങളാണല്ലോ 2 കന്യാസ്ത്രീകൾ വൃഥാ കേസുകൾ അവരുടെ മേൽ കെട്ടിവെച്ച് ജയിലിൽ അടച്ചത്. അവര് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട്, മത പരിവർത്തനം ആരോപിച്ചുകൊണ്ട്, അവരുടെ ജീവിതം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കേണ്ടതിന്, അവരെ വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിന്, അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിന് വേണ്ടി ജീവിതം സമർപ്പിച്ചതായ 2 കന്യാസ്ത്രീകളെ, ആർക്കും ഒരു ദോഷവും ചെയ്യാത്തത്, ആരെയും ഉപദ്രവിക്കാത്ത ആ കന്യാസ്ത്രീകളെ പിടിച്ച് അവരുടെ മേൽ തെറ്റായ കുറ്റങ്ങൾ ചുമത്തി ജയിലിലടച്ചത് നമ്മൾ കണ്ടു. അതിനെ തുടർന്ന് ഭാരതം മുഴുവനും ഉണ്ടായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അത് ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദേശത്തിൻ്റെ അന്ധകാരം മാറണമെങ്കിൽ, ഒരു ഭവനത്തിൻ്റെ ഇരുട്ട് മാറണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു ആ വീട്ടിൽ വന്നെങ്കിലേ മതിയാവും. അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്നൊരു വ്യക്തിക്ക് വ്യത്യാസമുണ്ടാകേണ്ടതിന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചേ മതിയാവും. ഞാൻ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? വചനം പറയുന്നു, ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ടല്ല അവൻ പാപിയായി തീരുന്നത്. പാപം അവനിൽ ജന്മനാൽ വസിക്കുന്നത് കൊണ്ടാണ്, പാപം അവനിൽ ഉള്ളത് കൊണ്ടാണ്, പാപത്തിൻ്റെ ശക്തി അവനെ അധീനപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് അവൻ വളർന്നു വരുംതോറും പാപത്തിൽ ജീവിക്കുന്നത്. 3 വയസ്സുള്ള ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ ശ്രദ്ധിച്ചേ, 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചേ, നമുക്ക് തോന്നും ആ കുട്ടിയിൽ ഒരു പാപവുമില്ല എന്ന്. എങ്കിലും 3 വയസ്സുള്ള കുട്ടിക്ക് 2-3 ടോയ്സ് കളിപ്പാട്ടങ്ങളുണ്ടെങ്കിൽ ആ ഒരു കളിപ്പാട്ടം നിങ്ങൾ അവനിൽ നിന്നൊന്ന് എടുത്തു നോക്കിക്കാട്ടെ, അവൻ്റെ കോപവും അവൻ്റെ പ്രയാസങ്ങളും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, അവൻ്റെ പക നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അവന് നമ്മളെക്കാൾ ആരോഗ്യക്കുറവായതുകൊണ്ട് വഴക്കിന് വരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ
ഒരു മാതാവിൽ നിന്ന് സാധാരണ ജനനം പ്രാപിക്കുന്ന ഓരോ വ്യക്തിക്കും അവൻ്റെ ഉള്ളിൽ പാപം ഉണ്ട്. പാപം ക്രമേണ വളർന്നവനെ ഒതുക്കിക്കളയുകയാണ്, അവനെ ബന്ധിച്ചു കളയുകയാണ്. അതിൽ നിന്നുള്ള ഒരു വിടുതൽ നോക്കണം. യേശു ആ ഗദര ദേശത്തേക്ക് പോയി. അവിടെ ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള പാപത്തിന്റെ ശക്തികളാൽ പിടിപ്പെട്ട്, ദുഷ്ടാത്മാക്കളാൽ പിടിക്കപ്പെട്ട് കല്ലറകളിൽ പാർക്കുകയായിരുന്നു. ഇന്നും എത്രയോ ജീവിതങ്ങൾ മരിച്ചതിനൊക്കുമേ എന്ന നിലയിൽ ജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കാതെ അനേക കുടുംബങ്ങളിൽ കഴിയുന്നുണ്ട്. മരിച്ചവരുടെ ഇടയിൽ പാർക്കുന്ന ഒരു വ്യക്തിയെ പോലെ, കല്ലറകളിൽ പാർക്കുന്നതേ പോലെ അനേക വീടുകളും ശ്മശാന മൂകത അനുഭവിക്കുകയാണ്. ജീവന്റെ അനുഭവമില്ലാതെ, സന്തോഷമില്ലാതെ, മരിച്ചതിനൊക്കുമേ ജീവിക്കുമെന്നുള്ള രീതിയിൽ കഴിഞ്ഞുകൂടുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുള്ള ഭവനങ്ങളിലുണ്ട് എന്ന് കൂടുതൽ തിരക്കാതെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, ഇങ്ങനെ ദുഷ്ട ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഈ മനുഷ്യനെ മറ്റുള്ളവർക്കൊരു ശല്യമാണ്, സമൂഹത്തിനൊരു ശല്യമാണ്, ഉപദ്രവമാണ്. അവനെ അതുകൊണ്ട് ഒറ്റപ്പെടുത്തുക മാത്രമല്ല, ചില നിയമങ്ങൾ, ചില ചങ്ങലകൾ കൊണ്ട് അവനെ പൂട്ടി. എന്നാൽ ആ ചങ്ങലകൾ പോലും അവനെ ബന്ധിക്കുവാൻ സാധിക്കാതെ വണ്ണം അവനത് പൊട്ടിച്ചു കളഞ്ഞെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളുണ്ട്. നമ്മളൊരു മനുഷ്യരെ പറഞ്ഞു കൊടുക്കുന്ന ചില ധാർമ്മികമായ നിയമങ്ങളുണ്ടാകാം. പക്ഷെ ആ നിയമങ്ങളൊന്നും തന്നെ ഒരു മനുഷ്യനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ഒരു നല്ല വ്യക്തിയാക്കി തീർക്കുവാൻ പര്യാപ്തമല്ലാതിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാര്യം, സകല നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് ഭൂരിഭാഗം മനുഷ്യർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിയമം മനുഷ്യന്റെ സമൂഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ നന്മയുടെ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ ഗവൺമെന്റോ മറ്റുള്ളവരോ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ നിയമം എവിടെല്ലാം നാം പൊട്ടിക്കാമോ, എവിടെല്ലാം അത് അനുസരിക്കാതിരിക്കാമോ, അതിനുവേണ്ടി അവസരങ്ങൾ കാത്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ പലരും ആയിരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ചങ്ങലകൾ കൊണ്ട് പോലും ആ മനുഷ്യനെ ബന്ധിച്ചുകൂടായിരുന്നു. മനുഷ്യന്റെ നിയമങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ ചൊവ്വാക്കിയെടുക്കുവാൻ ഒക്കത്തില്ല എന്നുള്ള പരമമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കി തീർക്കുവാൻ, അവനെ സമൂഹത്തിന് പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ, അവൻ യഥാർത്ഥമായ സന്തോഷം അനുഭവിക്കുവാൻ, അവന്റെ മേൽ ഗ്രസിച്ചിരിക്കുന്ന ചങ്ങലകൾ, അവനെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, അവനെ അടിമപ്പെടുത്തിയിരിക്കുന്ന ദുഷ്ഭാവങ്ങൾ, പൈശാചിക ശക്തികളിൽ നിന്ന് അവനെ രക്ഷിപ്പാൻ, ഞങ്ങൾ പറയട്ടെ, ഒരാൾക്ക് മാത്രമേ കഴിയൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്നിരിക്കുന്ന ഒരേ ഒരു നാമം കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും, ഈ മഴക്കാലത്തും, ഈ സ്വാതന്ത്ര്യ ദിനത്തിലും ഒരിക്കൽ കൂടെ ഈ വചനം നിങ്ങളെ ഓർപ്പിക്കാൻ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. മറ്റൊരു വഴിയുമില്ല എന്നുള്ളത് വാസ്തവമാണ്. രക്ഷിക്കപ്പെടുവാൻ, യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ക്രിസ്തു യേശു എന്ന ഒരൊറ്റ നാമം മാത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒരുപക്ഷെ നിങ്ങൾക്ക് പല കുരുക്കുകളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടാകാം, പല പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരണമെന്ന് താല്പര്യമുണ്ടാകാം. നിങ്ങളെ കൊണ്ട് അത് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും ആ കെണിയിൽ നിന്ന് വെളിയിലേക്ക് വരുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൃഷ്ടിതാവായ ദൈവത്തോട്, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് നീ വിളിച്ചപേക്ഷിച്ചാൽ, തീർച്ചയായിട്ടും കാൽവറിയുടെ ക്രൂശിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ജീവൻ നൽകി തന്ന യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. യഥാർത്ഥമായ സന്തോഷം ഉള്ളിൽ തരുവാൻ, സമാധാനം ഉള്ളിൽ തരുവാൻ, മരണഭയം മാറ്റി നിത്യസന്തോഷത്തിന് നിന്നെ ഉടമയാക്കി തീർക്കുവാൻ യേശു മതിയായവൻ. വിശ്വസിക്കുന്നുവെങ്കിൽ
തീർച്ചയായിട്ടും ആ നന്മ, ആ രക്ഷ നീ പ്രാപിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടെ ഇത് ഇവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ